കഴിഞ്ഞ 4 വീഡിയോകൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മൂന്നാർ ട്രിപ്പ് പോവുകയാണ്. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടല്ലോ നിങ്ങൾ പോവോ ശരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പൊളിശരത്തിനെയോ കോരസാറിനെയൊക്കെ പോലെ ഒരു ഇങ്ങനെ പേര് മാത്രമുള്ള ഒരു സംഭവമാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരെയും കൂട്ടി നമ്മൾ പോവുകയാണ്. കോതമംഗലമാണ് നമ്മുടെ മീറ്റിംഗ് പോയിന്റ്. കുറച്ച് പേര് പെരുമ്പാവൂർ വെച്ച് തന്നെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരുന്നു. ഇനി ബാക്കി എല്ലാവരും കോതമംഗലത്തോട്ട് എത്തിച്ചേരും. കോതമംഗലത്തുള്ള ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് അവിടെ നിന്ന് മൂന്നാർക്ക് തിരിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഹോളിഡേ റൈഡേഴ്സും ബൈസൈക്കിൾ ബ്രോസ് എന്ന് പറയുന്ന 2 ക്ലബ്ബുകൾ ചേർന്നാണ് നമ്മുടെ ഈ റൈഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു റൈഡിന്റെ പേര് മൂന്നാർ മറയൂർ സാൻഡൽവുഡ് എക്സ്പെഡിഷൻ എന്നാണ്. നമുക്ക് ഈ റൈഡിലെ മെമ്പേഴ്സിനെ എല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിനോദ് ബ്രോ കൂത്താട്ടോളത്തു നിന്നാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം ജിനോജ് ബ്രോ പെരുമ്പാവൂരിൽ നിന്നാണ്. അഖിൽ ബ്രോ പാലക്കാട് നിന്ന് വന്നതാണ്. നിഖിൽ ഫ്രം കോതമംഗലം. ആദിത്യൻ പെരുമ്പാവൂരിൽ നിന്നാണ്. നമ്മുടെ ബാദുക്ക കോതമംഗലത്തു നിന്നാണ്. ട്രിവാൻഡ്രത്ത് നമുക്കൊരു റൈഡർ ജിതിൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ശ്രീകുമാരേട്ടനും പ്രിൻസും എറണാകുളത്തു നിന്ന്. വൈശാട്ടൻ കൂത്താട്ടോളത്തു നിന്നാണ് വന്നേക്കുന്നത്. നേര്യമംഗലം എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ കയറ്റമാണ്. ജൂലൈ 5-ാം തീയതി രാവിലെയാണ് നമ്മളിപ്പോൾ മൂന്നാർ പൊക്കോണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനൊരു വാമപ്പ് റൈഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ യാത്ര ശരിക്കും തുടങ്ങുന്ന മൂന്നാറിൽ നിന്നാണ്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് മൂന്നാർ വരെ എത്തി റെസ്റ്റ് എടുത്തിട്ട്, രണ്ടാമത്തെ ദിവസം നമ്മുടെ മറയൂർ ട്രിപ്പാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന. ഈ ഒരു ക്ലൈംബ് കഴിഞ്ഞ് പിന്നെ നേര്യമംഗലം തൊട്ട് ചെറിയൊരു ഡൗൺ ഹിൽ ഉണ്ട്. പിന്നെ നേര്യമംഗലം പാലം തൊട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ കയറി നമ്മൾ മൂന്നാർക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നേര്യമംഗലം പാലം ക്രോസ് ചെയ്തു. ഇനി ഇവിടുന്ന് 60 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇനി അങ്ങോട്ടൊരു ഫോറസ്റ്റ് ആംബിയൻസിലായിരിക്കും നമ്മുടെ യാത്ര. ഇനി ലോങ് സ്ട്രെച്ചുള്ള ക്ലൈംബുകളായിരിക്കും. ഇനി ഒത്തിരി സ്റ്റീപ്പ് അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഇവിടുന്ന് അടിമാലി വരെ കണ്ടിന്യൂസ് ക്ലൈംബ് ഉണ്ട്. പിന്നെ അടിമാലി അടുക്കുമ്പോൾ കുറച്ച് ഏരിയ കുറച്ച് നിരപ്പുണ്ട്. അടിമാലിയിൽ നിന്നാണ് പിന്നെ കുറച്ചും കൂടെ ഹെവി ക്ലൈംബാണ്. പിന്നെ ഈ പോകുന്ന വഴി നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സീനിക് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഒന്ന് നിർത്തിയിട്ടായിരിക്കും പോവുക. കുറച്ചധികം വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പോകുന്ന റൂട്ടിൽ തന്നെ. ചിയപ്പാർക്ക് താഴെ വെച്ച് നിഖിൽ ബ്രോയ്ക്ക് ചെറിയൊരു പണി കിട്ടി. മസിലൊക്കെ കയറിയായിരുന്നു. നിഖിൽ ബ്രോ ഇന്നത്തെ റൈഡിൽ മാത്രമേ ആക്ച്വലി വരുന്നുള്ളായിരുന്നു. ജോലിയുടെ ആവശ്യത്തിനായിട്ട് 2 ദിവസം ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ നിഖിൽ ബ്രോ ചിയപ്പാർക്ക് താഴേക്ക് തിരിച്ച് കോതമംഗലത്തിന് പോയി. ഞങ്ങൾ റൈഡ് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഏകദേശം ചിയപ്പാറ എത്താറായി. ചിയപ്പാറ വാട്ടർഫോൾ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വാളറ വാട്ടർഫോൾസും കാണാൻ പറ്റി. ഇവിടെ ഒന്നും നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം എല്ലാവരും ഇവിടെ ഒത്തിരി വന്നിട്ടുള്ളതാണ്. നമുക്ക് മൂന്നാർ മാക്സിമം പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറുതായിട്ട് നമ്മളൊരു 10 മിനിറ്റൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു.
അടിമാലി എത്താറായപ്പോൾ നമുക്കൊരു അടിപൊളി മഴയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ അടിമാലിയിൽ ഒരു 1 hour ലഞ്ച് ബ്രേക്ക് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മൂന്നാർക്കുള്ള കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഈ ഒരു യാത്ര ഇനി കുറച്ച് മടുപ്പിക്കുന്നതായി. ഇവിടുന്ന് മൂന്നാർ വരെ നമുക്കിനി ഒത്തിരി സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, കാരണം കുറച്ചധികം കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലൈംബാണ് ഇനിയുള്ളത്. പോകുന്ന വഴി നമ്മൾ കല്ലാർ ബ്രിഡ്ജിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിനി പള്ളിവാസലാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയും. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പള്ളിവാസലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് ആ തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു അടിപൊളി വ്യൂ ഒക്കെ കിട്ടി തുടങ്ങുന്നത്. ഇതിപ്പോൾ ഒരു ബസ് ഷെൽട്ടറാണ്, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ. ഇതിലിപ്പം ഏത് MLA ഇത്ര ഫണ്ട് അനുവദിച്ചു എന്നൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ആകെ ടൂറിസ്റ്റുകൾ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്കിവിടെ കുറച്ച് നേരം നമുക്കിനി ബ്രേക്ക് എടുക്കണം. ഞങ്ങൾ 3 പേര് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ബാക്കി കുറച്ച് പേര് ഒരു 10 മിനിറ്റിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. കാരണം ക്ലൈംബ് ആയതുകൊണ്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരും പതുക്കെ വരുന്നുണ്ട്. മൂന്നാർ വന്നിട്ട് നമുക്ക് എഗ് നൂഡിൽസ് കഴിക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ചായയും ഒരു എഗ് നൂഡിൽസ് ഒക്കെ അടിച്ച് ആ വ്യൂ ഒക്കെ കണ്ട് അവിടെ ഒരു അരമണിക്കൂറോളം ഇരുന്നു. ഇനി ഇവിടെ തൊട്ടടുത്താണ് മറ്റേ പള്ളിവാസലിൽ നിന്ന് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ വ്യൂ ഒക്കെ ഇവിടുന്ന് അടുത്താണ്. ഇനി എല്ലാവരും വന്നിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ. അവിടുന്ന് പിന്നെ ഒരു 8 കിലോമീറ്ററും കൂടെ മൂന്നാർക്കുള്ളൂ. പക്ഷേ ആ ഒരു 8 കിലോമീറ്റർ എന്ന് പറയുന്നത് കുറച്ചധികം നല്ല ക്ലൈംബാണ്. പള്ളിവാസൽ കഴിഞ്ഞപ്പോഴാണ് ആ മൂന്നാറിൻ്റെതായ തണുപ്പങ്ങ് കിട്ടി തുടങ്ങിയത്. ഇത്ര നേരം റൈഡിൻ്റെ ക്ഷീണത്തിൽ ഒന്ന് പുകഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പം നല്ല റിഫ്രഷ്ഡ് ആയിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ട്. വൈകുന്നേരം ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു 6:30 സമയമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൂന്നാർ എത്തിയപ്പോൾ പ്രതീക്ഷയിലും ലേറ്റായി. നമ്മൾ കുറേ അടുത്ത് ബ്രേക്കൊക്കെ എടുത്ത് അതിനിടയ്ക്ക് ഒത്തിരി മഴ കിട്ടി. അപ്പം എന്തായാലും ഇന്നിനി വേറെ കാഴ്ചകളൊന്നും കാണാൻ നമ്മൾ പോകുന്നില്ല. ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ടൗണിൽ പോയി ജസ്റ്റ് ആ ബോർഡിൻ്റെ അവിടെ, മൂന്നാർ ബോർഡിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ റൂമിൽ കയറും. ഞങ്ങൾ സ്റ്റേ അടിച്ച ഡൊമട്രിയിൽ നിന്നുള്ള മോർണിംഗ് ഉള്ള ടൗണിൻ്റെ ചെറിയൊരു വ്യൂ ആണ് ഇത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, 6-ാം തീയതി സാറ്റർഡേ ആയിട്ടുണ്ട്. നമ്മൾ സൈക്കിളുകളൊക്കെ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് മൂന്നാർ ടൗണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ മറയൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേ ആയിരുന്നു. ലോ ബഡ്ജറ്റിൽ ഇത്രയും പേർക്ക് ഒരു ഡൊമട്രിയാണ് ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങൾ സ്റ്റേയുടെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ദേവദത്തൻ ഇന്ന് നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം ദേവത്തിന് ലീവ് കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. ദേവൻ രാവിലെ കോതമംഗലത്ത് നിന്ന് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അടിമാലി അടുത്ത് എന്തോ എത്താറായിട്ടുണ്ട്. അപ്പം മറയൂർക്ക് വരുമ്പം ലേറ്റ് ആവും. അതുകൊണ്ട് ദേവൻ ഇന്ന് മൂന്നാർ എത്തിയിട്ട് മൂന്നാറൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. ഇവിടുന്ന് ഇപ്പം നമ്മൾ 2ാമത്തെ ദിവസത്തെ സ്റ്റേ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു ഹോട്ടലിലാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ കൊണ്ട് ബാഗൊക്കെ വെച്ചിട്ട് ഇന്ന് അത്യാവശ്യം ലഗേജ് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാനാണ്. നമ്മൾ ബാഗ് കൊണ്ടാണ് നമ്മൾ ഈ മൂന്നാർ മൊത്തം ചവിട്ടി കയറ്റി. ഇനിയിപ്പോൾ മറയൂർ പോകുമ്പം അത്യാവശ്യം ടൂൾസ് മാത്രം, നമുക്ക് മെയിൻ്റെനൻസ് ടൂൾസ് മാത്രം എടുത്തിട്ട് ബാക്കി ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് പോകാനാണ് പ്ലാൻ. LTV ആയിട്ട് വന്നവരൊക്കെ കൂളായിട്ട് ചവിട്ടി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാനും ബാധിക്കുകയും കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. റോഡ് ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ബ്രേക്കിംഗ് കുറച്ചൊന്ന് സീനാണ്. റോഡ് സ്ലിപ്പറി ആയി കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് ഇറങ്ങിയതൊക്കെ കൂടുതലും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ടൗണിൻ്റെ സെൻറ്ററിലോട്ടാണ്, മൂന്നാർ ബോർഡിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഫോട്ടോ എടുക്കൽ മാത്രമല്ല, കുറച്ച് ദുരുദ്ദേശങ്ങളും കൂടെ ഉണ്ട് നമുക്ക്. അത് എനിവേ നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം. ഇനി നമ്മുടെ റൈഡ് ഇനിയാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് മൂന്നാർ മറയൂരും ഒരുപാട് കാഴ്ചകൾ ഇനി വരാൻ പോകുന്നുണ്ട് അടുത്ത 2 പാർട്ടുകളിലായിട്ട്. അപ്പം നിങ്ങൾ മൊത്തം കാണുക. കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ പടിപടിയായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് വരുന്ന ദിവസങ്ങൾക്ക് കാണാം. താങ്ക് യു.